ഹായ് മക്കളെ, നമ്മുടെ സ്കൂളുകളിലൊക്കെ ശാസ്ത്ര ഗണിത ശാസ്ത്ര പ്രവൃത്തി പരിചയമേളകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്കറിയാം, ശാസ്ത്രാഭിരുചി വളർത്താൻ ഇതിലും വലിയ ഒരു അവസരം നിങ്ങൾക്ക് ഇനി കിട്ടാനില്ല. ഒരുപാട് മേളകളിലൊക്കെ പങ്കെടുത്ത ഒരു സാറ് നമ്മളെ കൂടെ ഉണ്ട്. ശ്യാം സാറേ, ഒരുപാട് ജില്ല അതുപോലെ തന്നെ സ്കൂൾ ശാസ്ത്രമേളയിലൊക്കെ പങ്കെടുത്തിട്ടുണ്ടല്ലോ. എന്താണ് ഈ ഒരു അവസരത്തിനെ പറ്റി പറയാനുള്ളത്? നമ്മൾ നോക്കുകയാണെങ്കിൽ വിദ്യാർത്ഥികളുടെ ശാസ്ത്രീയ ബോധം, ശാസ്ത്രീയ അഭിരുചി വളർത്താൻ ഇതിലും വലിയൊരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടാനില്ല. അപ്പൊ കുട്ടികൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഓപ്പർച്യൂണിറ്റികൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് അവസരങ്ങൾ കൃത്യമായി ഉപയോഗിക്കുക. തീർച്ചയായിട്ടും അത് തന്നെയാണ്. ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ ഞാൻ സാറിനോട് ഒരു സംശയം ചോദിച്ചോട്ടെ. നമ്മൾ നോക്കുകയാണെങ്കിൽ സ്റ്റിൽ മോഡൽ, വർക്കിംഗ് മോഡൽ, അഥവാ പ്രൊജക്ട്, ക്വിസസ്, സയൻസ് മാഗസിൻ തുടങ്ങിയിട്ടുള്ള ഒരുപാട് കോമ്പറ്റീഷൻസ് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എൻ്റെ സംശയം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികളെ എങ്ങനെ നമുക്ക് ഇതിലേക്ക്, അതായത് മാനസികമായിട്ട് അവർ ഏതൊക്കെ രീതിയിലുള്ള തയ്യാറെടുപ്പുകളാണ് നടത്തേണ്ടതായിട്ട്? തീർച്ചയായും വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. എല്ലാ കുട്ടികളും ശ്രദ്ധിച്ച് കേൾക്കേണ്ട ഒരു കാര്യം. ശ്യാം സാർ ചോദിച്ച ചോദ്യത്തിന് ഒരുപാട് പ്രസക്തി ഉണ്ട്. നമ്മൾ ഏത് കാര്യം, ഇപ്പോൾ സാർ പറഞ്ഞപ്പോൾ തന്നെ സ്റ്റിൽ മോഡൽ ആയാലും വർക്കിംഗ് മോഡൽ എന്ത് തന്നെ ആയാലും അതിനെപ്പറ്റി നിങ്ങൾ ഏറ്റവും സെറ്റ് കാര്യങ്ങൾ അറിഞ്ഞിരിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ കൺസെപ്ച്വൽ ക്ലാരിറ്റി എന്ന് പറയും. അതായത് നിങ്ങൾ എന്താണോ എടുക്കുന്നത് അതിനെപ്പറ്റി കൃത്യമായിട്ടുള്ള ഒരു ധാരണ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാനുള്ള കൃത്യമായിട്ടുള്ള ഒരു ധാരണ. രണ്ടാമതായിട്ട് മക്കൾ ശ്രദ്ധിക്കേണ്ടത് പ്രസന്റേഷൻ ആണ്. അല്ലെ സാർക്ക് അറിയാം, പ്രസന്റേഷൻ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സ്കില്ല് തന്നെയാണ് പ്രസന്റേഷൻ. അതിന് മാക്സിമം എന്ത് ചെയ്യുക, നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുക എന്നുള്ളതാണ്. മൂന്നാമത്തത്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മൂന്നാമത്തത്, നമ്മൾ എന്ത് സ്റ്റിൽ മോഡലായാലും വർക്കിംഗ് മോഡലായാലും എന്തായാലും ശരി, അത് നമ്മളെ ഡെയിലി ലൈഫായിട്ട് എന്ത് ചെയ്യാം, കണക്ട് ചെയ്യാൻ പറ്റുക. ഈ മൂന്ന് കാര്യങ്ങളാണ് അതിൽ ഏറ്റവും ശ്രദ്ധിക്കണം. മറന്നു പോരുത്. ഒന്ന് കൺസെപ്റ്റുവൽ ക്ലാരിറ്റി, രണ്ടാമത്തത് പ്രസന്റേഷൻ, മൂന്നാമത്തത് നമ്മളെ ഡെയിലി ലൈഫുമായിട്ട് നിങ്ങൾ എടുത്ത കൺസെപ്റ്റിലുള്ള ബന്ധം. ഈ മൂന്ന് കാര്യങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് നിങ്ങൾക്ക് പെർഫോം ചെയ്യാൻ പറ്റും. തീർച്ചയായിട്ടും. സാർ, ഒപ്പം തന്നെ ഞാനൊരു കാര്യം കൂടെ ചോദിച്ചോട്ടെ. സാർ ഒരുപാട് ശാസ്ത്രമേളകൾക്കൊക്കെ ജഡ്ജായിട്ട് പോയിട്ടുണ്ട് ആണല്ലോ. അപ്പോൾ ഈ കുട്ടികളുടെ കേസിൽ അവർ ഏതൊക്കെ മേഖലകളിലാണ് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത് പ്രിപ്പയർ ചെയ്യേണ്ടതായിട്ടുള്ളത്? ഇപ്പോൾ ചോദ്യങ്ങളൊക്കെ തീർച്ചയായിട്ടും ജഡ്ജസിന്റെ ഭാഗത്തു നിന്ന് ചോദിക്കുന്നതാണ്. അപ്പോൾ അവർ ഏതൊക്കെ ഭാഗത്തിൽ നിന്നാണ് കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിക്കേണ്ടത്? അതായത് പ്രസന്റേഷന്റെ ഭാഗത്തു നിന്നാണോ, ഇനി അവരൊരു സ്റ്റിൽ മോഡലോ അല്ലെങ്കിൽ വർക്കിംഗ് മോഡലോ ഒക്കെ ഉണ്ടാക്കുകയാണെന്ന് വെച്ചോളൂ. അപ്പോൾ ആ ഉണ്ടാക്കുന്ന ഒരു സ്ട്രക്ചറിലാണോ കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്? അങ്ങനെയുള്ള കേസ് വരുമ്പോൾ അവരെന്താണ് കൂടുതലായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത്? എനിക്ക് തോന്നുന്നത് ശ്യാം സാർ ചോദിച്ചത് എല്ലാ കുട്ടികളും വളരെ എന്താണ് ഒരു പേടിയോടെ കാണുന്ന ഒരു ഏരിയയാണ്. തീർച്ചയായിട്ടും നമ്മളോട് ഒരുപാട് ചോദ്യങ്ങൾ അവർ ചോദിക്കുന്ന നമ്മളോട് ടീച്ചേഴ്സ് പറയും. പക്ഷെ മക്കളോട് പറയാനുള്ള ഒരേ ഒരു കാര്യം, നമ്മൾ ഏത് കൺസെപ്റ്റ് എടുത്താലും അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം നിങ്ങൾ എടുക്കാൻ ശ്രമിക്കുക. എല്ലാം നമുക്ക് കിട്ടിയോളന്നില്ല. പക്ഷെ നമ്മൾ എടുക്കുമ്പോൾ നമ്മുടേതായ ഒരു സംഭാവന നിങ്ങളുടെ കൺസെപ്റ്റ് എടുക്കുന്നതിൽ കൊണ്ടുവരിക. നിങ്ങൾ എന്തെടുത്തോട്ടെ, സ്റ്റിൽ മോഡലായാലും വർക്കിംഗ് മോഡലായാലും എന്ത് തന്നെ ആയാലും നിങ്ങൾ എടുത്തോളൂ. പക്ഷെ അത് നിങ്ങളുടെ എന്തായിരിക്കണം, നിങ്ങളൊരു ചോയ്സ് അനുസരിച്ച് എടുക്കുകയാണെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ആണ്. എന്ന് പറഞ്ഞാൽ മറ്റൊരാളുടെ അല്ലെങ്കിൽ മറ്റൊരു ആളുടെ സജഷൻസുകളില്ലാതെ നിങ്ങൾ സെലക്ട് ചെയ്യാൻ. അത് എടുക്കുമ്പോൾ നമ്മൾ അതിലേക്ക് കൂടുതൽ ഇറങ്ങാനുള്ള ഒരു പ്രവണത കാണിക്കും, കൂടുതൽ കാര്യങ്ങൾ അന്വേഷിക്കും. അത് തന്നെയാണ് നമ്മളെ ക്വസ്റ്റ്യൻ ആയിട്ട് വരിക. അല്ലാതെ നമ്മൾ ഈ പേടിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല. നിങ്ങളുടേതായ സെലക്ഷൻ ആണ് അതിൽ വേണ്ടത്. ഇതാണ് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള. അപ്പോൾ ശാസ്ത്രമേളയായിട്ട് ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസുമായിട്ട് എജിപോർട്ട് നിങ്ങളുടെ മുന്നിലേക്ക് വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം, ഈ വീഡിയോ നിങ്ങൾ മാക്സിമം നിങ്ങളെ കൂട്ടുകാരന്മാർക്കും അതുപോലെ തന്നെ കൂട്ടുകാർക്കും ഒക്കെ ഷെയർ ചെയ്യുക. ഇനി ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക.